ഇന്ന് നാഷണൽ കൗൺസിലാണ് ചേർന്നത്. ഓഫീസ് ബിയറേഴ്സിനെ സെലക്ട് ചെയ്തു, തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഖാദർ മൊയ്ൻ സാഹിബ് പ്രിസൈഡ് ചെയ്തു. പാർട്ടി നേടിയ വമ്പിച്ച നേട്ടങ്ങൾ ചെറുതല്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നിയമസഭയിലും ഗവൺമെൻറ്റിലും ഒക്കെ പാർട്ടി നേടിയ നേട്ടങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളതിനെക്കുറിച്ച് വിലയിരുത്തി ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള വലിയ പ്ലാനിലാണ് പാർട്ടിയുള്ളത്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ശാസ്ത്രീയമായ വർക്ക് പ്ലാൻ ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് വെല്ലുവിളികളാണ് മതേതരത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളിലൊക്കെ മറ്റു മതേതര പാർട്ടികളോടൊപ്പം ഗൗരവത്തോടു കൂടി വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ കൗൺസിലെടുത്ത സുപ്രധാനമായ തീരുമാനം. അതോടനുബന്ധിച്ച് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അതിനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഒരു വെല്ലുവിളിയെ നേരിടുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രപരമായ ഒരു പോളിസി എന്ന് പറയുന്നത് രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ പ്രസംഗത്തിൽ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ കാലത്ത് അന്ന് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മാതൃകാപരമായി അദ്ദേഹം പ്രവർത്തിച്ച ആ ചരിത്രമൊക്കെ എടുത്ത് പറയുകയുണ്ടായി. ഇപ്പോഴും പാർട്ടിയുടെ നിലപാട് അതുതന്നെയാണ്. രാജ്യം ഒരു വെല്ലുവിളിയെ നേരിടുമ്പോൾ അതിനൊപ്പം നിൽക്കുക. നമ്മുടെ വലിയൊരു സെലിബ്രേഷനാണ് ഞങ്ങൾ ഡൽഹിയിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളത് മാറ്റിവെച്ചു. ഉദ്ഘാടനം പോലും ഞങ്ങൾ മാറ്റിവെച്ചു. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. മതേതരത്വം അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനം, അതാണ് പാർട്ടി എടുത്തു പോരുന്നത്. നൗ തങ്ങൾ വിൽ സ്പീക്ക് ആൻഡ്